സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ തനിക്കെതിരെ കേസെടുക്കണമെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന സമയത്ത് ആ CI ആണെങ്കിൽ നമ്മളുടെ അരുന്ധതിയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അരുന്ധതി വന്നതും വേഗം തന്നെ CIയോട് പറയുന്നുണ്ട് ഒരു വൈറ്റ് പേപ്പർ താന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വൈറ്റ് പേപ്പർ മേടിച്ചിട്ട് അരുന്ധതി അതിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അത് എഴുതുന്നത് വേറൊന്നുമല്ല, തൻ്റെ മകന് അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുമില്ല, ഇവർ എന്തോ മാനസികമായ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു കേസുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ തോറ്റതിൻ്റെ കാരണം കൊണ്ട് ഇവരുടെ മനസ്സിനെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാണ് ഈ അരുന്ധതി എഴുതി കൊടുക്കുന്നത്. അത് വാങ്ങി വായിച്ചു നോക്കണ CI പറയുന്നുണ്ട്, ഇതിപ്പം നിങ്ങൾക്കെതിരെ ഇവർ പരാതിയൊന്നും തന്നിട്ടില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലുമില്ല എന്നാണ് അരുന്ധതി മേഡം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അങ്ങനെയാണ് അവരെഴുതി തന്നേക്കണമെങ്കിൽ അതനുസരിച്ച് കാര്യങ്ങൾ പോട്ടെ, എന്തായാലും ഇനിയിപ്പോൾ പ്രഭ കേസിനൊന്നും നിൽക്കണ്ട, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പുറത്ത് വെച്ച് സംസാരിച്ച് പരിഹരിക്കാമെന്ന്. അങ്ങനെ അരുന്ധതി ആ CIയുടെ കയ്യിലേക്ക് ആ പേപ്പർ കൊടുത്തിട്ട് പോകാനൊരുങ്ങുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. അതേസമയം എന്തായാലും നമുക്ക് സംസാരിക്കാം, നിങ്ങൾ പുറത്തേക്ക് വാന്നും പറഞ്ഞ് അരുന്ധതിയും സിദ്ധാർത്ഥനും കൂടെ പ്രഭാവതിയും കൂടി വെളിയിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ രാധികയാണെങ്കിൽ മാധവനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മാധവേട്ട, പ്രഭാവതി അതിനെ കാണുന്നില്ല എന്നാണ് പറയണേ, ഇനി പ്രഭാവതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ, ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ മോളോട് മത്സരത്തിനൊന്നും പോകണ്ടെന്ന്, ഇതിപ്പോൾ പ്രഭാവതി തോറ്റ സ്ഥിതിക്ക് ഇനി മോൾക്ക് അവിടെ സമാധാനമായി ജീവിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നണില്ല എന്ന്. ആ സമയം മാധവനും പറയുന്നുണ്ട്, രാധിക പറഞ്ഞത് നേരാ രാധിക, പ്രഭാവതിക്ക് ഇത് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയേക്കണം, അതുകൊണ്ട് തന്നെ ഇനി പ്രഭാവതി മോളോട് എങ്ങനെ പെരുമാറുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങനെ പേടിക്കണേ, ചേച്ചി ഇനി സാധാരണ ഒരു പെണ്ണല്ല, ചേച്ചി MLA, അതുകൊണ്ട് പ്രഭാവതി ആൻറ്റിക്ക് ചേച്ചിയെ ഇനി കുറച്ചൊക്കെ പേടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, അതൊക്കെ നിൻ്റെ വെറും തോന്നൽ മാത്രം, ആ ചന്ദ്രോത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രഭാവതി അല്ലാതെ മോളല്ല, അതുകൊണ്ട് മോൾ MLA ആയാലും മന്ത്രി ആയാലും ചന്ദ്രോത്ത് താമസിക്കുമ്പം പ്രഭാവതിയുടെ അനുവാദം വേണം, അല്ലെങ്കിൽ മോൾക്ക് സൗകര്യമായിട്ട് അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ശാരിക പറയുന്നുണ്ട്, എന്തായാലും ഇനി പ്രഭാൻറ്റി കുറച്ച് നാളത്തേക്ക് തല പൊക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇപ്പം തന്നെ പ്രഭാൻറ്റി നല്ലോണം നാണം കെട്ടതുകൊണ്ടാണ് വീട്ടിലോട്ടൊന്നും ചെല്ലാണ്ട് എവിടെയോ മാറി നിൽക്കണതെന്ന്. ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ദേവി ജയിച്ചിട്ട് നിനക്കൊരു സന്തോഷം ഇല്ലാത്തതെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എങ്ങനെ സന്തോഷിക്കാനാ നന്ദു, ഇപ്പം തന്നെ അമ്മയെ കാണുന്നില്ല, അതിൻ്റെ കുറ്റമെല്ലാം എല്ലാവരും എൻ്റെ തലയിലേക്കാണ് വെക്കണേ, അതുമാത്രമല്ല അമ്മ എന്തിനും ഇപ്പോൾ സ്റ്റേഷനിൽ പോയേ, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല ദേവി, അച്ഛനെ വിളിച്ചപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇപ്പം തന്നെ അമ്മയായിട്ടും കൂടി വരുമെന്നാണ് പറഞ്ഞത്, എന്തായാലും അമ്മയും അച്ഛനും വരട്ടെ, എന്നിട്ട് നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാം. എന്നാലും നന്ദു ഒരു മനസ്സമാധാനമില്ല, ഇനി അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് ആകെ സങ്കടമായിട്ട് വാളാന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവിക വീണ്ടും സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും അരുന്ധതിയുടെ കൂടെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം സിദ്ധാർത്ഥൻ അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പ്രഭാവതിക്ക് വ്യക്തമായിട്ട് അറിയാം, അതുകൊണ്ടാണ് പ്രഭാവതി ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറായത് തന്നെ. എന്തായാലും പ്രഭാവതിയെയും ചന്ദ്രോത്തുകാരെയും ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല, പ്രഭാവതി എന്നോടും എൻ്റെ മകനോടും ചെയ്ത ദ്രോഹത്തിന് അവളോട് ഞാൻ എണ്ണി പ്രതികാരം വീട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ദേവികയെ ഇപ്പോൾ ഇലക്ഷനിൽ നിർത്തിയതും ജയിപ്പിച്ചതെന്ന്. അത് കേട്ടുന്ന സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ആ സമയം സിദ്ധാർത്ഥൻ പ്രഭാവതിയുടെ നേരെ നോക്കുമ്പം പ്രഭാവതി താൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അന്നേരം സിദ്ധാർത്ഥൻ പണ്ട് പ്രഭാവതി പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അരുന്ധതിയാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്, സിദ്ധുവിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിട്ട് പിന്നീട് സിദ്ധുവിനെ അതിൽ നിന്ന് മാറ്റിയതും ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയതെല്ലാം അരുന്ധതിയുടെ പ്ലാൻ അനുസരിച്ചാണ്. അരുന്ധതിയുടെ താളത്തിനൊത്തന തുള്ളണ പാർട്ടിക്കാരായൊക്കെയാണ് സിദ്ധുവിൻ്റെ പാർട്ടിക്കാർ, അതുകൊണ്ട് ഒരിക്കലും ദേവിക മത്സരിക്കാൻ പാടില്ല എന്നൊക്കെ പ്രഭാവതി ഇങ്ങനെ സിദ്ധാർത്ഥനോട് പറഞ്ഞത് ഓർക്കുമ്പോൾ സിദ്ധാർത്ഥന് സ്വയം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട്. അന്ന് പ്രഭ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട്, അപ്പം നിങ്ങളുടെ ഇനി തീരുമാനം എന്താ, അന്ന് പ്രഭയ്ക്കൊരു തെറ്റ് പറ്റി, അത് പ്രഭ സമ്മതിക്കുന്നുണ്ട്, അത് അവിടെ കൊണ്ട് കഴിഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിനൊന്നും നിൽക്കാനൊക്കൂല എന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്, ഞാനൊരു കാര്യം തീരുമാനിച്ച് തന്നെയാണ് ഈ നാട്ടിലേക്ക് വന്നത്, എന്നെയും എൻ്റെ മകനെയും ഈ പ്രഭ ഉപദ്രവിച്ചതിന് തക്കതായ ശിക്ഷ കൊടുത്തിട്ടേ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയുള്ളൂ, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ദേവികയെ ഇപ്പോൾ MLA ആക്കിയതും. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടും നിങ്ങളുടെ പാർട്ടിയിലുള്ള അംഗീകാരം കൊണ്ടും ആ ദേവിക ജയിച്ചതെന്നല്ലേ, പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല, ഞാൻ നല്ലോണം പ്രവർത്തിക്കുകയും കാശിറക്കുകയും ചെയ്തതുകൊണ്ടാണ് ദേവിക ജയിച്ചത്, ദേവിക ഇപ്പോൾ ശരിക്കും
എൻ്റെ ആളാ ദേവികയെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ആളാന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. ഇനി ദേവികയെ വച്ചായിരിക്കും ഞാൻ പ്രഭാവതിക്കെതിരെ കളിക്കാൻ പോണേന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്നെ കൊന്നിട്ടല്ലാതെ പ്രഭയെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മര്യാദയുടെ രീതിയിലാണ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരു ധാരണയിൽ മുന്നോട്ട് പോകാം. അല്ല ഞങ്ങളെ വീണ്ടും ഉപദ്രവിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന് നിങ്ങൾ വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പം തന്നെ പ്രഭാവതിനെ കൊല്ലാനായിട്ട് നിങ്ങളുടെ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം ഞങ്ങൾക്ക് അവനെ കൈയോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാമായിരുന്നു. അന്നങ്ങനെ ചെയ്യാതിരുന്നത് ഞങ്ങളുടെ കയ്യിൽ തെറ്റായിപ്പോയി. എന്തായാലും ഇനി അങ്ങനെ ഒരു ഇളവ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നിങ്ങളിപ്പോൾ മുട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് നിസ്സാരക്കാരനോടല്ല, സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിനോടാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. എന്തായാലും ഞങ്ങളിപ്പോൾ പോവാം. നിങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് പോയാലും അതിനെ എതിരിടാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ടെന്നും പറഞ്ഞ് സിദ്ധാർത്ഥൻ പോകുന്നുണ്ട്. ആ സമയം പ്രഭാവതിയാണെങ്കിൽ അരുന്ധതിയെ ഇങ്ങനെ രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. അരുന്ധതിയും അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ പ്രഭാവതിയെ നോക്കുന്നത്. അവരെങ്ങനെ കാറി കയറി പോയി കഴിഞ്ഞതും CP ഈ അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം ഉദ്ദേശിക്കണ പോലത്തെ ഒരാളല്ല സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. അയാൾക്ക് പാർട്ടിയിലൊക്കെ നല്ല പിടിപാടുണ്ട്. പാർട്ടിയിൽ നല്ല ശക്തനായ ഒരു നേതാവ് തന്നെ അയാൾ. അതുകൊണ്ട് അയാളോട് മുട്ടുമ്പോൾ മേഡം ഒന്ന് സൂക്ഷിക്കണം. ആ സമയം അരുന്ധതി പറയുന്നുണ്ട്, അവൻ വലിയ കൊമ്പനാണെങ്കിൽ അതിലും വലിയ കൊമ്പ ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അയാളെ പേടിയൊന്നുമില്ല. എന്തായാലും പ്രഭാവതിയും ചന്ദ്രോത്ത് തറവാടിനെയും നശിപ്പിച്ച് നാമാവശേഷമാക്കിയിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. അതെൻ്റെ ഒരു വാശിയാണെന്ന്. ഇതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും കൂടി വീട്ടിലോട്ട് പോവുകയാണ്. പോണ വഴിക്ക് സിദ്ധാർത്ഥനും പ്രഭാവതിയും പരസ്പരം സംസാരിക്കണമെന്നില്ല. സിദ്ധാർത്ഥൻ പല പ്രാവശ്യം പ്രഭാവതിയുടെ നേരെ നോക്കുന്നുണ്ടെങ്കിലും പ്രഭാവതിയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ട് വെളിയിലോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അരുന്ധതിയെ പ്രഭാവതി വെല്ലുവിളിച്ചിരുന്നു. 10 അരുന്ധതി ചമഞ്ഞാലും ഒരു പ്രഭാവതി ആകാൻ പറ്റില്ല, ഞാൻ ഈ ഇലക്ഷനിൽ ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതൊക്കെ ഇങ്ങനെ പ്രഭാവതി ഓർക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ ഭർത്താവും മകനും കൂടി ചേർന്ന് തന്നെ അതിൽ പരാജയപ്പെടുത്തി. അതിന് എനിക്ക് ആരോടും വിഷമമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭ താൻ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുമ്പോൾ, അല്ല സിദ്ധു ഒന്നുമില്ല. എന്തായാലും സിദ്ധുവും നന്ദനും ദേവികയ്ക്കൊപ്പം നിന്ന് ദേവികയെ ജയിപ്പിച്ചല്ലോ. ഞാൻ മാത്രമല്ലേ ആരുമില്ലാത്തവളെ പോലെ ഇലക്ഷനിൽ മത്സരിച്ചതും തോറ്റുപോയതും അതോർത്ത് ഞാൻ ഇരുന്നതാന്ന് പറയുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഇനി താൻ അതൊന്നും മനസ്സിൽ വച്ചേക്കണ്ട. ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഇലക്ഷനിൽ നിന്നിട്ടില്ലേ, അപ്പോൾ നമ്മളും എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ നോക്കിയിട്ടില്ലേ. ഇതിപ്പോൾ അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ഇതിൽ വേറെ കുടുംബ ബന്ധങ്ങളൊന്നും കൂട്ടിക്കുഴയ്ക്കേണ്ടെന്ന് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട്. സിദ്ധു ദേവികയ്ക്ക് വില കൽപ്പിച്ചു, അതുപോലെ നന്ദൻ്റെ ഭാര്യയ്ക്കും വില കൽപ്പിച്ചു. അവിടെ വിലയില്ലാതായത് എനിക്ക് മാത്രമല്ലേ, എനിക്കതിൽ പരാതിയൊന്നുമില്ല. എന്തായാലും അതൊക്കെ എൻ്റെ വിധിയാണെന്ന് ഞാൻ വിചാരിച്ചോളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ സിദ്ധാർത്ഥന് തന്നെ മനസ്സിലാവുന്നുണ്ട്, സിദ്ധാർത്ഥൻ ദേവികയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയപ്പം അത് പ്രഭാവതിയോട് ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. ആ സമയം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ആ സാഹചര്യത്തിൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പ്രഭയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതല്ലേ നോമിനേഷൻ കൊടുക്കണ്ട, ഇതിൽ നിന്ന് പിന്മാറാൻ. പ്രഭ കേട്ടില്ല. ആദ്യം തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് പ്രഭയല്ലേ. അന്ന് പ്രഭ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ദേവികയുടെ പേര് അവിടെ പറഞ്ഞത്. പിന്നീട് പ്രഭയ്ക്കും സമ്മതമായിരുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമല്ലേ പ്രഭ ദേവികയെ മത്സരിപ്പിക്കരുതെന്ന് എന്നോട് പറഞ്ഞത്. ആ സമയത്ത് ദേവികയെ മത്സരത്തിൽ നിന്നും മാറ്റാൻ പറ്റിയ സാഹചര്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിന് തയ്യാറാവാതിരുന്നത്. എന്തായാലും ആദ്യം തന്നെ ഇതെല്ലാം അരുന്ധതിയുടെ പ്ലാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ദേവിക മോളെ മത്സരിപ്പിക്കില്ലായിരുന്നു എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിരുന്നല്ലോ ഇതെല്ലാം നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് അരുന്ധതി ചെയ്യുന്നതാണ്. അന്ന് സിദ്ധു അത് വിശ്വസിച്ചില്ലല്ലോ എന്ന്. പിന്നീട് സിദ്ധാർത്ഥനും പ്രഭാവതിയും പരസ്പരം ഒന്നും മിണ്ടാണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേസമയം രജനിയാണെങ്കിൽ ഭാർഗവിയോട് പറയുന്നുണ്ട്, അമ്മേനെയും അച്ഛനെയും ഇതുവരെ കണ്ടില്ലല്ലോ, ഇനി സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമായിരിക്കും ആൻറ്റി എന്ന് ചോദിക്കുമ്പം, അറിയില്ലല്ലോ മോളെ, എന്തിനാ ഈ പ്രഭക്കുഞ്ഞ് സ്റ്റേഷനിലോട്ട് പോയെന്നും അറിയില്ലല്ലോ. എന്തായാലും ഇവിടുത്തെ MLA യോട് ചോദിച്ചിട്ട് MLA കൃത്യമായ ഒരു മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നു. ആ സമയത്ത് ദേവികയും നന്ദനും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടതും രജനി ചോദിക്കുന്നുണ്ട്, ഇതുവരെയും അച്ഛനും അമ്മയും കൂടി വരാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ, അച്ഛനും അമ്മയും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, ഇപ്പം തന്നെ ഇവിടെ എത്തും, ഞാൻ അച്ഛനെ വിളിച്ചിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാമെന്ന് അച്ഛൻ പറഞ്ഞേന്ന്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ സിദ്ധാർത്ഥൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറിൽ നിന്നും ആദ്യം തന്നെ ഇറങ്ങുന്നത് സിദ്ധാർത്ഥനാണ്. സിദ്ധാർത്ഥനെ ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ പ്രഭാവതി ഇറങ്ങുന്നുണ്ട്. പ്രഭാവതി കാറിൽ നിന്ന് ഇറങ്ങിയതും സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, എനിക്ക് പ്രഭയോടൊരു കാര്യം പറയാനുണ്ട്. നമ്മളുടെ ചന്ദ്രോത്ത് കുടുംബം പണ്ട് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിച്ചതുപോലെ ജീവിക്കണോ,
അതോ ഇത്രയും ദിവസം ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ പ്രശ്നങ്ങളായിട്ട് നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രഭയാണെന്ന്. ആ സമയത്ത് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ഞാൻ കാരണം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അതോർത്ത് സിദ്ധു ടെൻഷൻ ആവുമൊന്നും വേണ്ട. എന്തായാലും നമ്മുടെ മക്കളല്ലേ, ദേവിക വിജയിച്ചതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അരുന്ധതിയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇലക്ഷൻ്റെ പേരും പറഞ്ഞ് വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. എന്തായാലും സിദ്ധു വാന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതിയും സിദ്ധാർത്ഥനും കൂടി വീട്ടിലോട്ട് കയറി വരുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഓടിച്ചെന്ന് പ്രഭാവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയം പ്രഭാവതിയും അതുപോലെ തന്നെ ദേവികയെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ മോളെ, മോൾക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുന്നു. ആ സമയം ദേവിക പറയുന്നുണ്ട്, സന്തോഷമൊക്കെ തന്നെ അമ്മേ, പക്ഷേ എൻ്റെ എതിർ സ്ഥാനാർത്ഥി അമ്മയല്ലായിരുന്നു, അതുകൊണ്ട് ആ ഒരു സങ്കടം എനിക്കുണ്ടെന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോള് സങ്കടപ്പെടേണ്ട, ഒരു മത്സരമാകുമ്പം വിജയവും തോൽവിയും ഉണ്ടാവും, അതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. അങ്ങനെ അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.